നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, പിന്നെ അഖില് ശ്യാമയുടെ തലമുടിയില് കുന്തിരിക്കും പോയിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു എന്നെ ഒരുപാട് വേദനിപ്പിച്ചു. ആദ്യമായിട്ട് എനിക്ക് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല, പക്ഷെ അഖിൽ അവളെ സന്തോഷിപ്പിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ഒക്കെ കൂടെ കേട്ടപ്പോ എനിക്ക് ഭ്രാന്ത് വന്നതുപോലെ തോന്നിയമ്മേ. അമ്മ പറ, അമ്മയുടെ മനസ്സിൽ ആരെങ്കിലും ഇതുപോലെ ഏഷണി പറഞ്ഞ അമ്മയും ഞാൻ പെരുമാറിയതുപോലെ തന്നെ പെരുമാറില്ലേ? അല്ല, അത് കണ്ടോ, അമ്മ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അമൃത പറഞ്ഞതൊക്കെ സത്യമാണോ? ഐശ്വര്യ ഇങ്ങനെയൊക്കെ അമൃതയോട് സംസാരിച്ചിരുന്നോ? പക്ഷെ അമ്മ, ആ കാരണം കൊണ്ടൊന്നും അല്ല ഇവര്. ചോദിച്ചതിന് ഉത്തരം പറ ഐശ്വര്യ. അമൃതയോട് ഐശ്വര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോന്ന്? ശ്യാമയോട് അമൃതയ്ക്ക് ദേഷ്യം ഉണ്ടാവുന്ന തരത്തിൽ ഏഷണി പറഞ്ഞു പിടിപ്പിച്ചോന്ന്? പറ ഐശ്വര്യ, വാ തുറന്ന് പറ, എല്ലാവരും കേൾക്കട്ടെ. പറഞ്ഞ ഓരോ വാചകങ്ങളെ എന്റെ മനസ്സിലുണ്ട്. ഐശ്വര്യ, അമ്മയ്ക്ക് മാത്രമല്ല എനിക്കും അറിയണം. ഐശ്വര്യ അമൃത എഴുതിയ ശ്യാമയും തമ്മിൽ തെറ്റിച്ച്. ആ, അത് ശരി. ഇപ്പൊ വാദി പ്രതിയായോ? അമ്മ, ഞാൻ പറഞ്ഞെന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഇടയില് ഐശ്വര്യ കൂടുതൽ സംസാരിക്കണ്ട. ഇനി അമ്മയുടെ അടുത്ത സംശയം കൂടി ഞങ്ങൾ മാറ്റിത്തരാം. ആ, ഞങ്ങള് ഇപ്പൊ പോയത് അമ്പലത്തിലാ. ജോത്സ്യം പറഞ്ഞിരുന്നല്ലോ, 1 വർഷത്തേക്ക് ഇനി കല്യാണം നടത്താൻ പാടില്ലെന്ന്. അതിന്റെ ഒരു വിഷമം ശ്യാമയ്ക്കുണ്ട്, എനിക്കുമുണ്ട്. അതിനൊക്കെ ആയിട്ടാ ഞങ്ങള് അമ്പലത്തിൽ പോയത്. അവിടെ പോയി തൊഴുത് കഴിഞ്ഞപ്പോ ശ്യാമയ്ക്ക് കുറച്ച് സമാധാനം കിട്ടി. എന്നാ ഇതൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞിട്ട് പോയിക്കൂടെ? ജ്യോത്സ്യം വന്ന ഓരോന്ന് പറഞ്ഞതു മുതൽ എന്റെ മനസ്സങ്ങ് ഒലഞ്ഞു നിൽക്കുക. ഒരു സ്ത്രീയുടെ കണ്ണീര് ഈ കുടുംബത്തിൽ വീണു എന്നൊക്കെ പറഞ്ഞത് എന്റെ മനസ്സിൽ കിടന്ന് മുഴങ്ങുക. അമ്മേ, അതൊക്കെ ജ്യോത്സ്യന്മാര് പറയുന്നതല്ലേ, എല്ലാ കാര്യങ്ങളും അങ്ങനെ വിശ്വസിക്കരുത്. ഞാനും അങ്ങനെയൊക്കെ മനസ്സിനെ വിശ്വസിപ്പിക്കുക. ഐശ്വര്യ, ഒരു മിനിറ്റ്. സർ റൂമിലേക്ക് പൊയ്ക്കോ, ഞാനിപ്പോ വരാം. രണ്ടുപേരും കൂടെ നൈസായിട്ട് എന്നെ പ്രതിയാക്കിയല്ലേ? ഇതിനെയാ താൻ കുഴിച്ച കുഴിയില് താൻ തന്നെ വീഴുമെന്ന് പറയുന്ന. ഇനി ഒരു കാര്യം കൂടി പറയാം. നീ സംശയിച്ചില്ലേ ഞങ്ങൾക്കിടയിൽ എന്തോ രഹസ്യമുണ്ടെന്ന്? സത്യ, ഒരു ന്യൂക്ലിയർ ബോംബ് തന്നെയുണ്ട്. നിനക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നീ കണ്ടുപിടിക്കും. വാ. അത് ശരി. അപ്പൊ കൂട്ടായിട്ട് കള്ളക്കളി കളിക്കാണല്ലേ? ശരിയാക്കി തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.